ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. കല്യാൺ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 4 ലെവൽ അഷുറൻസ് സർട്ടിഫിക്കറ്റ്. ടാർ മിക്സിംഗ് പ്ലാന്റ് തകരാറിലായതിനെ തുടർന്ന് ദേശീയപാത കുതിരാനിൽ ടാറിംഗ് മുടങ്ങി. ടാറിംഗ് വെള്ളിയാഴ്ച പുനരാരംഭിക്കുമെന്ന് അധികൃതർ. ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ. മുണ്ടൂരിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ബസ്സിനടിയിൽപ്പെട്ട് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ റോഡിലെ കുഴികൾ അടിയന്തരമായി നികത്താൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം. കോടികളുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയ വ്യാജ IPS-കാരൻ പിടിയിലായി. അമ്മയും മകനും ചേർന്നായിരുന്നു ബാങ്ക് വായ്പ അടക്കമുള്ള നിരവധി തട്ടിപ്പുകൾ നടത്തിയത്. ജില്ലയിൽ കള്ളനോട്ട് വേട്ട തുടരുന്നു. കാനാണി കാരമുക്ക് കള്ളനോട്ട് കേസിലെ 2ാം പ്രതിയുടെ വീട്ടിൽ നിന്നും 14 ലക്ഷം രൂപയുടെ കള്ളനോട്ട് പിടിച്ചെടുത്തു. വാർത്തകൾ വിശദമായി. ദേശീയപാത കുതിരാനിൽ ടാറിംഗ് മുടങ്ങി. ടാർ മിക്സിംഗ് പ്ലാന്റ് തകരാറിലായതിനെ തുടർന്നാണ് ടാറിംഗ് മുടങ്ങിയത്. ദേശീയപാതയിലെ ശോചനീയാവസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് 5 മാസത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ ബുധനാഴ്ച മുതൽ ടാറിംഗ് തുടങ്ങിയത്. ബാംഗ്ലൂർ ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയാണ് ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം അറ്റകുറ്റപ്പണി ആരംഭിച്ചത്. എന്നാൽ 2 ലോഡ് ടാർ മിശ്രിതം ഉപയോഗിച്ച് അറ്റകുറ്റപ്പണിക്ക് തുടക്കം കുറിച്ചുവെങ്കിലും ടാർ മിക്സിംഗ് പ്ലാന്റ് തകരാറിലായതിനെ തുടർന്ന് വ്യാഴാഴ്ച ടാറിംഗ് തടസ്സപ്പെടുകയായിരുന്നു. വെള്ളിയാഴ്ച മുതൽ ടാറിംഗ് വീണ്ടും പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ രാവിലെ 8 മുതൽ രാത്രി 9 വരെ കുതിരാൻ വഴി ഭാരവാഹനങ്ങൾ പ്രവേശിപ്പിക്കില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതേസമയം ദേശീയപാതയിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിഷേധ കൂട്ടായ്മ നടത്തുന്ന അനിശ്ചിതകാല റിലേ സമരം 16 ദിവസം പിന്നിട്ടു. ചലച്ചിത്ര നടൻ സന്തോഷ് പണ്ഡിറ്റ് സമരപന്തൽ സന്ദർശിച്ചു. മുണ്ടൂരിൽ റോഡിലെ കുഴിയിൽ വീണ് നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിനടിയിൽ കുടുങ്ങി. ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. മലപ്പുറം സ്വദേശി പാറയമ്പാടം വീട്ടിൽ 22 വയസ്സുള്ള മുഹമ്മദ് ആഷിഖാണ് മരിച്ചത്. ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ കുഴിയിൽപ്പെട്ട ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച ശേഷം ബസ്സിനടിയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. മുണ്ടൂർ റോഡിലെ അപകടക്കെണികളെ സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. മുണ്ടൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡിൽ വൻ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. പൂങ്കുന്നം മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡിലെ കുഴികൾ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ടാസ്ക് ഫോഴ്സിനോട് അടിയന്തരമായി നികത്താൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ നിർദ്ദേശം നൽകി. മുണ്ടൂർ അപകടം സംബന്ധിച്ച് നിയമസഭയിൽ അനിലക്കര MLA മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് നടപടി. റോഡിലെ കുഴികൾ അടയ്ക്കുന്നതിന് തൃശൂർ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. ഒക്ടോബർ 31-നകം റോഡിലെ കുഴികൾ അടച്ചു തീർക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും നടപ്പിലാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് സാധിച്ചിരുന്നില്ല. നവംബർ 23-ന് തൃശൂർ കുറ്റിപ്പുറം റോഡിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനായി അടിയന്തര യോഗം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയതായി അനിലക്കര MLA അറിയിച്ചു. കോടികളുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയ വ്യാജ IPS-കാരൻ വിപിൻ പോലീസ് പിടിയിലായി. അമ്മയും മകനും ചേർന്നായിരുന്നു ബാങ്ക് വായ്പ അടക്കമുള്ള നിരവധി തട്ടിപ്പുകൾ നടത്തിയത്. വ്യാജരേഖ ചമച്ച് വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിൽ വിപിൻ കാർത്തിക് ഒളിവിലായിരുന്നു. കോയമ്പത്തൂർ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ പ്രതിദിനം പാസഞ്ചർ ട്രെയിനുകളിലാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. തൃശൂർ റേഞ്ച് DIG S. സുരേന്ദ്രന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ ചിറ്റൂരിൽ നിന്ന് പിടികൂടിയത്. IPS-കാരനാണെന്ന് വിപിൻ കാർത്തിക്കും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണെന്ന് അമ്മ ശ്യാമളയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. തലശ്ശേരി സ്വദേശികളായ ഇരുവരും ചേർന്ന് വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വിവിധ ബാങ്കുകളിൽ നിന്നായി 2 കോടിയോളം രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഈ പണം ഉപയോഗിച്ച് 12ഓളം ആഡംബര കാറുകളും ബൈക്കുകളും ഇവർ വാങ്ങി മറിച്ചു വിറ്റിട്ടുണ്ട്. 1.5 വർഷത്തിനിടെയാണ് തട്ടിപ്പുകളെല്ലാം നടന്നത്. തലശ്ശേരിയിലും കോഴിക്കോടും വീടുകളുള്ള ഇവർക്ക് ഗുരുവായൂർ താമരയൂരിൽ ഫ്ളാറ്റുമുണ്ട്. ഫ്ളാറ്റിലെ വിലാസത്തിലുള്ള ആധാർ നൽകിയാണ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നത്. ഗുരുവായൂരിലെ മിക്ക ബാങ്കുകളിലും അക്കൗണ്ടുള്ള ശ്യാമളയും വിപിനും
ഒരു ബാങ്കിൽ നിന്ന് വായ്പയെടുത്തതിന്റെ തിരിച്ചടവുകൾ പൂർത്തിയാക്കിയതായുള്ള രേഖകൾ വ്യാജമായി തയ്യാറാക്കിയാണ് അടുത്ത ബാങ്കിൽ നൽകുക. 5 ലക്ഷം രൂപ മിനിമം ബാലൻസായി കാണിക്കുകയും ചെയ്യും. 15ഓളം കേസുകൾ ഇയാളുടെ പേരിൽ നിലവിലുണ്ട്. 4 കേസുകൾ ഗുരുവായൂർ ടെമ്പിൾ പോലീസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർ കൂടുതൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും DIG S സുരേന്ദ്രൻ പറഞ്ഞു. ബാങ്കുകാരെയും മറ്റു പല സ്ഥാപനങ്ങളെയും മറ്റു പല ആളുകളെയും കബളിപ്പിച്ച് ബാങ്ക് ലോണും വെഹിക്കിൾ ലോണും മറ്റു പലതും ആളുകളുടെ നിന്ന് കാശ് വാങ്ങുകയും ഗോൾഡ് വാങ്ങുകയും അങ്ങനെ പലതും ചെയ്തുകൊണ്ട് തലശ്ശേരിയിൽ ആണ് സ്വദേശമെങ്കിലും അവസാനം വന്ന് ഗുരുവായൂർ ലിമിറ്റിൽ കുറച്ചു കാലം കൊണ്ട് താമസിച്ച് ഇവിടെ വീണ്ടും പലതും സംശയമുണ്ടായി. പലരും കംപ്ലൈൻറ്റ് ചെയ്തു. ഞങ്ങൾക്കും സംശയമുണ്ടായി, പോലീസിനും സംശയമുണ്ടായി. അങ്ങനെ അവസാനം ആ സംശയം ഒന്ന് അന്വേഷിച്ച് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഒളിവിൽ പോവുകയും പല ഭാഗങ്ങളിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചിട്ട് അവസാനം അവിടുന്ന് ഞങ്ങൾ പിന്തുടർന്നു പോയിട്ട് സിറ്റി പോലീസ്, കമ്മീഷണർ യതീഷ് ചന്ദ്രയുടെ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ ഗുരുവായൂരും CIയുടെയും എല്ലാം നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീം എല്ലാം കൂടെ ആയിട്ട് ഇന്നലെ അവർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഗുരുവായൂർ ശാഖാ മാനേജരുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തുവന്നത്. ബാങ്ക് മാനേജരിൽ നിന്ന് 95 പവനും 25 ലക്ഷം രൂപയും തട്ടിയെടുത്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിലെ IPS ഓഫീസറാണെന്നാണ് വിപിൻ പ്രചരിപ്പിച്ചിരുന്നത്. പാലക്കാട് ചിറ്റൂർ പോലീസ് പിടികൂടിയ പ്രതിയെ ഗുരുവായൂർ ടെമ്പിൾ പോലീസിന് കൈമാറുകയായിരുന്നു. വായ്പാ തട്ടിപ്പ് കേസിൽ വിപിന്റെ അമ്മ ശ്യാമളയെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. TCV ന്യൂസ്, തൃശൂർ. 2008 എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ 68ാം റാങ്ക് നേടിയിട്ടുള്ള IT വിദഗ്ധനായ വിപിൻ കാർത്തിക് സ്വന്തമായി രേഖകൾ ചമച്ചാണ് കോടികളുടെ തട്ടിപ്പ് നടത്തിയത്. SI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഈ വ്യാജ IPSകാരൻ കബളിപ്പിച്ചിരുന്നു. വിവിധ ജില്ലകളിലും പല പ്രമുഖ ഹോട്ടലുകളിലും ഹെൽത്ത് ക്ലബ്ബുകളിലും യൂണിഫോം ധരിച്ചാണ് IPS ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് വിപിൻ കാർത്തിക് എത്തിയിരുന്നത്. വ്യാജത്തോക്കും കയ്യിലുണ്ടാകും. കാറിന് മുന്നിൽ വയ്ക്കുന്ന നെയിം പ്ലേറ്റും വ്യാജസയിലും രേഖകളുമെല്ലാം സ്വന്തമായി നിർമ്മിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. IPS ഉദ്യോഗസ്ഥനെന്ന പേരിൽ മാത്രമല്ല, പ്രമുഖ ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കഴിഞ്ഞ 3 വർഷമായി നിരവധി തട്ടിപ്പ് നടത്തിയതായി പോലീസ് വ്യക്തമാക്കി. 3 തവണ വിവിധ തട്ടിപ്പുകൾക്ക് വിപിൻ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥ IPS ഓഫീസറെ പോലെ ചമഞ്ഞു നടന്നിരുന്ന ഇയാൾ SI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും കബളിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ താൻ IPS ഉദ്യോഗസ്ഥനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിവാഹ നിശ്ചയം നടത്തിയതായി DIG പറഞ്ഞു. അമ്മയും മകനും പിടിയിലായതോടെ കൂടുതൽ പരാതികളും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. TCV ന്യൂസ്, തൃശൂർ. കാഞ്ഞാണി കാരമുക്കിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ കള്ളനോട്ട് കേസിലെ 2ാം പ്രതിയുടെ വീട്ടിൽ നിന്നും 14 ലക്ഷം രൂപയുടെ കള്ളനോട്ട് പോലീസ് പിടിച്ചെടുത്തു. എടക്കഴിയൂർ എറച്ചാമീട്ടിൽ നിസാറിന്റെ വീട്ടിൽ നിന്നാണ് 14 ലക്ഷം രൂപയുടെ കള്ളനോട്ട് പിടികൂടിയത്. ഇതോടെ കള്ളനോട്ട് സംഘത്തിൽ നിന്നും 53,46,000 രൂപയുടെ കള്ളനോട്ടുകൾ അന്വേഷണ സംഘം കണ്ടെടുത്തു. അന്തർ സംസ്ഥാന കള്ളനോട്ട് സംഘത്തിലെ 2 പേരെ DIG S സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. അറസ്റ്റിലായ 1ാം പ്രതി എടക്കഴിയൂർ സ്വദേശി കണ്ണങ്കിലകത്ത് ജവാഹിർ പെൺവാണിഭം അടക്കമുള്ള കേസുകളിൽ പ്രതിയാണെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഇന്നലെ 53,46,000 രൂപ വരുന്ന കള്ളനോട്ട് ഇവിടെ പിടിച്ച് ഒരു നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ പിടിച്ചിരിക്കുന്ന ജവാഹിർ എന്ന് പറയുന്ന ആൾ പറവൂർ പെൺവാണിഭ കേസിലെ ഒരു പ്രതിയും മറ്റ് കുഴൽപ്പണ രംഗത്ത് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളും. സെപ്റ്റംബറിൽ കോഴിക്കോട് കൊടുവള്ളിയിൽ കള്ളനോട്ട് കേസിൽ പിടിയിലായ പ്രതികൾക്ക് കള്ളനോട്ടുകൾ നൽകിയത് ജവാഹിറാണെന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘം ജവാഹിറിനെ തേടി ബാംഗ്ലൂർ എത്തിയിരുന്നു. എന്നാൽ കോഴിക്കോട് കള്ളനോട്ട് പിടിച്ചതോടെ ബാംഗ്ലൂരിൽ നിന്നും ബാക്കിയുള്ള കള്ളനോട്ടുകളുമായി കേരളത്തിലേക്ക് കടന്ന ജവാഹിർ ചാവക്കാടെത്തി സുരക്ഷിതമായി നോട്ടുകൾ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. പ്രതിയുടെ നീക്കങ്ങൾ മനസ്സിലാക്കി വേഷം മാറിയെത്തിയ പോലീസ് സംഘമാണ് കള്ളനോട്ട് സംഘത്തെ ഒടുവിൽ കുടുക്കിയത്. കേസിൽ കൂടുതൽ പ്രതികളുണ്ടോയെന്നും നിർമ്മാണ സാമഗ്രികളെക്കുറിച്ചുമുള്ള അന്വേഷണം നടന്നുവരുന്നതായി പോലീസ് അറിയിച്ചു. കാരമുക്കിൽ കള്ളനോട്ട് സംഘത്തെ പോലീസ് കുടുക്കിയത് റബ്ബർ വ്യാപാരികൾ ചമഞ്ഞ്.
കോട്ടയത്തെ റബ്ബർ വ്യാപാരികളെന്ന് പരിചയപ്പെടുത്തി കോട്ടയം ശൈലിയിൽ സംസാരിച്ചാണ് അന്വേഷണ സംഘത്തിലെ 2 പേർ പ്രതികളെ കള്ളനോട്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് സമീപിച്ചത്. 10 ലക്ഷം ഒറിജിനൽ നോട്ടുകൾ തന്നാൽ 30 ലക്ഷം രൂപയുടെ കള്ളനോട്ടുകൾ നൽകാമെന്നായിരുന്നു വാഗ്ദാനം. പ്രതികളുടെ വിശ്വാസം പിടിച്ചുപറ്റിയെങ്കിലും ഒറിജിനൽ നോട്ടിന്റെ ഫോട്ടോ വാട്സാപ്പ് വഴി അയക്കാൻ പോലീസുകാരോട് പ്രതികൾ ആവശ്യപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ അന്വേഷണ സംഘത്തിന് പരിചയമുള്ള ബാങ്ക് മാനേജരിൽ നിന്നും 10 ലക്ഷം രൂപയുടെ ഒറിജിനൽ നോട്ടുകളുടെ ഫോട്ടോ വാങ്ങി പ്രതികൾക്ക് അയച്ചു കൊടുത്തു. ഇങ്ങനെ കൂടുതൽ വിശ്വാസ്യത വരുത്തിയ ശേഷം കച്ചവടം ഉറപ്പിക്കുകയായിരുന്നു. അന്വേഷണ സംഘത്തിന്റെ പ്രലോഭനത്തിൽ വീണ് വൻ ലാഭം സ്വപ്നം കണ്ട് പുറപ്പെട്ട പ്രതികളെ ഒരേ സമയം വിവിധ സംഘങ്ങളായി എത്തി വാഹനം തടഞ്ഞ് പിടികൂടുകയായിരുന്നു. 1 മാസത്തോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതികളെ തന്ത്രപൂർവ്വം കുടുക്കിയത്. TCV തൃശൂർ. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകളിലേക്ക്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ന്യൂറോ സർജറി വിഭാഗത്തിലെ ഏക അസോസിയേറ്റ് പ്രൊഫസർ തസ്തിക പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സർക്കാർ ഉത്തരവിറക്കി. ഇതോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ന്യൂറോ സർജറി വിഭാഗത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടാൻ സാധ്യതയേറി. തസ്തിക ഇല്ലാതായതോടെ വകുപ്പിലെ PG സീറ്റുകളുടെ അംഗീകാരം നഷ്ടപ്പെട്ടേക്കാം എന്നും സൂചനയുണ്ട്. PG ഡോക്ടർമാരുടെ സേവനം നിലയ്ക്കുന്നതോടെ ഈ വിഭാഗത്തിലെ ശസ്ത്രക്രിയകൾ നാമമാത്രമായി തീരും. തസ്തിക മാറ്റരുതെന്ന മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ അഭ്യർത്ഥന തള്ളിയാണ് ആരോഗ്യവകുപ്പിന്റെ നടപടി. ന്യൂറോ സർജറി വിഭാഗത്തിലെ അസോസിയേറ്റ് തസ്തിക മാറ്റിയതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസും രംഗത്തെത്തി. സ്കൂളുകളിൽ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം കർശനമായി തടയുന്നതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണം ജില്ലയിൽ കർശനമായി നടപ്പിലാക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം ക്ലാസ് സമയങ്ങളിൽ അധ്യാപകർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അധ്യാപകർ മൊബൈൽ ഫോൺ ഉപയോഗം സ്റ്റാഫ് റൂമിൽ മാത്രമായി പരിമിതപ്പെടുത്തണം. വിദ്യാർത്ഥികൾ സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നതിന് കർശനമായി നിയന്ത്രിക്കുവാൻ പ്രധാന അധ്യാപകർ ശ്രദ്ധിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. ഹ്രസ്വദൂര ട്രെയിനുകൾക്കും LHB കോച്ചുകൾ. മികച്ച യാത്രാ സുഖമാണ് പുതിയ കോച്ചുകളിലേത്. റെയിൽവേയുടെ പഴഞ്ചൻ കോച്ചുകൾ മുഖം മാറുകയാണ്. നേരത്തെ ദീർഘദൂര ട്രെയിനുകൾക്ക് മാത്രമാണ് LHB കോച്ചുകൾ അനുവദിച്ചിരുന്നത്. വേണാട് എക്സ്പ്രസിനും നൂതന കോച്ചുകൾ അനുവദിച്ചതോടെ സിറ്റിംഗ് മാത്രമുള്ള ട്രെയിനുകളിലും യാത്രാസുഖമേറുകയാണ്. ലിങ്ക് ഹോഫ്മാൻ ബുഷ് എന്ന LHB കോച്ചുകൾ ജർമ്മൻ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയാണ് ഒരുക്കിയിട്ടുള്ളത്. വേഗം കൂടിയവയും സുരക്ഷിതവുമായ ഈ കോച്ചുകളിൽ യാത്രാസുഖം കൂടും. ഒരു കോച്ചിന് 2 കോടി രൂപ വരെ ചെലവിലാണ് LHB കോച്ചുകൾ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിച്ച ഈ കോച്ചുകൾക്ക് 35 വർഷം വരെയാണ് ആയുസ്. സംസ്ഥാനത്തിന് ഏറെ വൈകിയാണ് LHB കോച്ചുകൾ ലഭ്യമായി തുടങ്ങിയത്. നിലവിൽ തിരുവനന്തപുരം ഡിവിഷനിൽ 10ലധികം ട്രെയിനുകൾ ഈ നൂതന കോച്ചുകളിലേക്ക് മാറിക്കഴിഞ്ഞു. ബർത്തുകളുള്ള ദീർഘദൂര ട്രെയിനുകളിൽ ഒരു കോച്ചിൽ സാധാരണയുള്ള 72 ബർത്തുകൾക്ക് പകരം 80 ബർത്തുകൾ വരെ ഉണ്ടാകും. പഴയ കോച്ചുകളേക്കാൾ 2 മീറ്റർ വരെ നീളക്കൂടുതൽ പുതിയ കോച്ചുകൾക്കുണ്ട്. മറ്റൊരു പ്രധാന സവിശേഷത അപകടമുണ്ടായാലുള്ള സുരക്ഷിതത്വമാണ്. പഴയ കോച്ചുകൾ അപകടത്തിൽപ്പെടുമ്പോൾ പരസ്പരം ഇടിച്ചു കയറി ദുരന്തവ്യാപ്തി വർദ്ധിക്കാറുണ്ട്. എന്നാൽ പുതിയ കോച്ചുകൾ പരസ്പരം ഇടിച്ചു കയറില്ല. കൂടുതൽ ട്രെയിനുകൾ LHB കോച്ചുകളിലേക്ക് മാറുന്നതോടെ ട്രെയിൻ യാത്ര കൂടുതൽ സുഖപ്രദവും സുരക്ഷിതവുമാവുകയാണ്. TCV തൃശൂർ. പൂങ്ങോട് ചന്ദനം മോഷണ കേസിലെ 2 പ്രതികളെ കൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. ചിറ്റണ്ട സ്വദേശികളായ പട്ടാറ വീട്ടിൽ നിഷാദ്, കൊരവൻകുഴി വീട്ടിൽ മണികണ്ഠൻ എന്നിവരെയാണ് പൂങ്ങോട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ MP അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3ആയി. കേസിലെ മറ്റു പ്രതികൾക്കായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം ഊർജിതമാക്കി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഓപ്പറേഷൻ ഫിഷ് എന്ന പേരിൽ സ്കൂൾ കോളേജ് ഹോസ്റ്റലുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തി. ജില്ലയിലെ കോളേജ്, സ്കൂൾ, എൻട്രൻസ് കോച്ചിംഗ് ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന ഹോസ്റ്റലുകൾക്ക് നോട്ടീസ് നൽകി. ചിലരിൽ നിന്ന് പിഴ ഈടാക്കി. കാലാവധി കഴിഞ്ഞ പാൽ പാക്കറ്റുകളും 3 വർഷം മുമ്പ് കാലാവധി കഴിഞ്ഞ ഫുഡ് എസൻസും പിടിച്ചെടുത്തു. മാസങ്ങളായി കഴുകാത്ത പാത്രങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുന്നതായി കണ്ടെത്തി.
നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ ചേർക്കാൻ സൂക്ഷിച്ചിരുന്ന കൃത്രിമ നിറങ്ങളും കണ്ടെത്തി. ഫ്രീസറുകളിൽ തീയതി രേഖപ്പെടുത്താതെയാണ് ഇറച്ചിയും മീനും ഉൾപ്പെടെയുള്ളവ സൂക്ഷിച്ചിരുന്നത്. വൃത്തിഹീനമായി പാചകം ചെയ്ത ഭക്ഷണം കഴിച്ച് കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാവുകയും ക്ലാസുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്നാണ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ പരിശോധനയ്ക്ക് ഉത്തരവിട്ടത്. ജില്ലയിലെ ഹോസ്റ്റലുകളിൽ അസിസ്റ്റന്റ് കമ്മീഷണർ CA ജനാർദ്ദന്റെ നിർദ്ദേശപ്രകാരം ഫുഡ് സേഫ്റ്റി ഓഫീസർമാരായ VK പ്രദീപ് കുമാർ, ലിജ S, ലിഷ V എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. TCV തൃശൂർ. ഗുരുവായൂർ ഏകാദശിയുടെ വിളംബരം അറിയിച്ച് ഘോഷയാത്ര നടത്തി. ദേവസ്വം പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് വിളംബര ഘോഷയാത്ര നടത്തിയത്. നാഗസ്വരത്തിന്റെ അകമ്പടിയിൽ നാമജപ ഘോഷയാത്ര ക്ഷേത്രവും രുദ്രതീർത്ഥക്കുളവും പ്രദക്ഷിണം വെച്ചു. ക്ഷേത്രത്തിൽ വിശേഷാൽ വഴിപാടുകൾ, കിഴക്കേ ദീപസ്തംഭം തെളിയിക്കൽ, ദീപക്കാഴ്ച എന്നിവ നടന്നു. വെള്ളിയാഴ്ചയാണ് ഏകാദശി വിളക്ക് ആരംഭിക്കുന്നത്. ഗുരുവായൂരിലെ ഹോട്ടലുകളിൽ നിന്നും ലോഡ്ജുകളിൽ നിന്നും കാനയിലേക്ക് ശുചിമുറി മാലിന്യം ഒഴുക്കുന്നതായി പരാതി. നഗരസഭയുടെ ഒത്താശയോടെയാണ് മാലിന്യ നിക്ഷേപമെന്ന് ആരോപിച്ച് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. കിഴക്കേനടയിൽ വ്യാപകമായി ശുചിമുറി മാലിന്യം കാനയിലേക്ക് ഒഴുക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗുരുവായൂർ ട്രീറ്റ്മെന്റ് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കാനയ്ക്ക് സമീപത്തേക്ക് ശുചിമുറിയിൽ നിന്ന് വലിയ പൈപ്പിട്ടിരിക്കുകയാണ്. ചിലതിന് വാൽവുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. രാത്രിയിൽ ഈ വാൽവ് തുറന്നുവിടുകയാണ് ചെയ്യുന്നതെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു. പൈപ്പുകൾ ബന്ധിപ്പിക്കേണ്ട സ്ഥലത്ത് വിടവുണ്ടാക്കിയാണ് കാന നിർമ്മിച്ചിരിക്കുന്നതെന്നും കണ്ടെത്തി. പല സ്ഥാപനങ്ങൾക്കും ഇത്തരത്തിൽ കരാറുകാർ സൗകര്യം ചെയ്തു നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ, സെക്രട്ടറി, ആരോഗ്യവകുപ്പ് എന്നിവരോട് വിശദീകരണം തേടി. 2 ആഴ്ചയ്ക്കകം ഇവ കണ്ടെത്തി നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിന്മേൽ അധികൃതർ തിരിച്ചു പോകുകയായിരുന്നുവെന്ന് ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് നൌഷാദ് അഹമ്മു പറഞ്ഞു. അപ്പോൾ പല ലോഡ്ജുകൾക്കും അമൃത് പദ്ധതിക്കാർ മുനിസിപ്പാലിറ്റിയുടെ മൗനാനുഭവത്തോടു കൂടെ തന്നെ ആവണം അമൃത് പദ്ധതിക്കാർ ഈ ഹോളുകൾ ഇട്ട് കൊടുത്തത്. അത് നമ്മുടെ ലോഡ്ജിൻ്റെ ഉടമകൾ തന്നെയാണ് നമ്മളോട് അത് തുറന്ന് സമ്മതിച്ചത്. ഏതെങ്കിലും ഹോട്ടലുകളിൽ നിന്ന് മാലിന്യങ്ങൾ കാനയിലേക്ക് വിടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഈ 15 ദിവസത്തിന് ശേഷം ലൈസൻസ് റദ്ദാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്ന് ചെയർപേഴ്സണും സെക്രട്ടറിയും നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളതാണ്. 15 ദിവസത്തിനുള്ളിൽ ജനകീയ കമ്മിറ്റിയുടെ സാന്നിധ്യത്തിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. അഴീക്കോട് മുനമ്പം ജങ്കാർ സർവീസ് നടത്തുന്നതിനാവശ്യമായ ബൊള്ളാർഡ് പോൾ നിർമ്മിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. കരാർ പ്രകാരം 4 മാസത്തിനകം ബൊള്ളാർഡ് പോൾ നിർമ്മാണം പൂർത്തിയാക്കി ജങ്കാർ സർവീസ് പുനരാരംഭിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് പറഞ്ഞു. ടെൻഡർ ലഭിച്ച കരാറുകാരൻ സംസ്ഥാന ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് സൂപ്രണ്ടിന് എഞ്ചിനീയറുമായി കരാർ ഒപ്പിട്ടതായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. കൊടുങ്ങല്ലൂർ നഗരത്തിലെ CCTV ക്യാമറകൾ നോക്കുകുത്തിയായി മാറുന്നു. നഗരത്തിൽ റിംഗ് റോഡിന് ചുറ്റുമായി അത്യാധുനിക ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾ സൂക്ഷിച്ചുവെക്കാൻ സംവിധാനമില്ല. പരമാവധി 24 മണിക്കൂർ സമയത്ത് ദൃശ്യങ്ങൾ ശേഖരിച്ചുവെക്കാനുള്ള സംവിധാനമേ കൺട്രോൾ റൂമിലുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രമസമാധാന പാലനത്തിൽ ക്യാമറയുടെ പ്രയോജനം ലഭിക്കുന്നില്ല. റിംഗ് റോഡിലെ 5 ക്ലോക്ക് ടവറുകളിലായി 17 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. നഗരസഭ മുൻകൈയെടുത്ത് സ്പോൺസറെ കണ്ടെത്തിയാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. അത്യാധുനിക ക്യാമറകളിൽ രാത്രിയിലുള്ള ദൃശ്യങ്ങളും വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറുകളും പതിയും. ക്യാമറകളുടെ നിയന്ത്രണം പോലീസിനെപ്പോഴും നിരീക്ഷിക്കാവുന്ന വിധത്തിൽ കൺട്രോൾ റൂമുമായി ബന്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ സംവിധാനമില്ലാത്തതിനാൽ ക്യാമറ കൊണ്ട് പോലീസിന് കാര്യമായ പ്രയോജനം ലഭിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പെറ്റി കേസുകളിൽ കേസ് തീർപ്പാക്കുവാൻ പ്രതികൾക്ക് അവസരമൊരുക്കി ജില്ലാ നിയമസേവന കേന്ദ്രം. ശനിയാഴ്ച രാവിലെ 10 മുതൽ തൃശൂർ ജില്ലയിലെ എല്ലാ മജിസ്ട്രേറ്റ് കോടതികളിലും ഇതിനായി പ്രത്യേക സിറ്റിംഗ് നടത്തും. പ്രതികൾക്ക് നേരിട്ടോ അഭിഭാഷകർ മുഖേനയോ കോടതിയെ സമീപിക്കാനുള്ള സൗകര്യമുണ്ടാകും. കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി പെറ്റി കേസ് പ്രതികൾക്ക് തപാൽ മുഖേന സമൻസ് അയച്ചതായി ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറി അറിയിച്ചു. മികച്ച ഹ്രസ്വചിത്രത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ കാലൻ പോക്കർ എന്ന ചിത്രം ശ്രദ്ധേയമാകുന്നു. ഓരോ നാട്ടിലും കാലൻ പോക്കറിന് സമാനമായ ഒട്ടനവധി ജീവിതങ്ങളുണ്ടെന്ന് ഈ സിനിമ കണ്ടവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് പൊന്നിയൂർക്കുളം സ്വദേശി കുഞ്ഞിക്കയുടെ മരണം വരെ അന്നാട്ടുകാർ മറ്റുള്ളവരുടെ മരണ അറിയിപ്പ് കേട്ടത് ഇയാളുടെ ശബ്ദത്തിലൂടെയാണ്. സ്വന്തം മരണം സ്വന്തം ശബ്ദത്തിൽ നാട്ടുകാർ അറിയണമെന്ന ആഗ്രഹത്തോടെ മരണ അറിയിപ്പ് റെക്കോർഡ് ചെയ്തു വെച്ചിരുന്നു കുഞ്ഞിക്ക.
കാസറ്റ് കേടായതിനെ തുടർന്ന് കുഞ്ഞിക്കയുടെ ആഗ്രഹം സാധ്യമായില്ലെന്ന് മാത്രം. ഓരോ നാട്ടിലും കാണുന്ന ഇത്തരം കഥാപാത്രങ്ങളുടെ പരിച്ഛേദമാണ് കാലം പോക്കർ. തൃശൂരിന്റെ സ്വന്തം സുനിൽ സുഗതയാണ് കാലം പോക്കറെ അവതരിപ്പിച്ചത്. നമ്മുടെ തറവാടൊക്കെ ഉള്ളത് പുന്നൂർക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പുന്നൂർക്കുളത്തിൽ. അപ്പോൾ അവിടെ കുഞ്ഞിക്ക എന്ന് പറഞ്ഞിട്ട് ഇതേപോലത്തെ ഒരു കഥാപാത്രമുണ്ട്. പരസ്യം വിളിച്ച് പറയും, പിന്നെ മരണം വിളിച്ച് പറയും ഒക്കെ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ. അപ്പോൾ ഇദ്ദേഹത്തെ ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തെ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് പരിചയമുള്ള ഒരാളാണ്. എല്ലാ നാട്ടിലും ഉണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായ മലപ്പുറത്തൊക്കെ ഉണ്ട്. മലപ്പുറത്തുണ്ട്, ചാവക്കാട് ഏരിയയിലുണ്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ പുന്നൂർക്കുളത്തുണ്ട്, അങ്ങോട്ടുണ്ട്, വടക്കോട്ടുണ്ട്. കോടാലി സ്വദേശിയും കൊണ്ടാഴി പഞ്ചായത്തിലെ ജീവനക്കാരനുമായ ബിൻസാദാണ് സംവിധായകൻ. മികച്ച ചിത്രം, തിരക്കഥ, സംവിധായകൻ എന്നീ സംസ്ഥാന അവാർഡുകൾ കാലൻ പോക്കർ കരസ്ഥമാക്കി. മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരിൽ നിന്നും ബിൻസാദ് അവാർഡ് ഏറ്റുവാങ്ങി. ബിൻസാദ് സംവിധാനം ചെയ്ത ബാലൻസ് എന്ന ചിത്രവും സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയിരുന്നു. തന്റെ സുഹൃത്ത് പറഞ്ഞ പത്രവാർത്തയാണ് കാലൻ പോക്കർ എന്ന സിനിമയ്ക്ക് അടിസ്ഥാനമെന്നും ചിത്രം ഇറങ്ങിയ ശേഷം ഇത്തരം കഥാപാത്രങ്ങൾ തങ്ങളുടെ നാട്ടിലുണ്ടെന്ന് അറിയിച്ച് ഒട്ടേറെ പേർ ബന്ധപ്പെടുന്നുണ്ടെന്ന് ബിൻസാദ് പറയുന്നു. മരണത്തിൻ്റെ ഒരു അവധൂതൻ, മരണം അനൗൺസ് ചെയ്യുക, അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന പത്രവാർത്ത, ഈ അനുഭവങ്ങൾ, ഈ നാട്ടിലുള്ള എനിക്കറിയാവുന്ന ഈ കഥാപാത്രങ്ങൾ, ഇതൊക്കെ ചേർന്നിട്ടാണ് സത്യത്തിൽ കാലം പോക്കർ ഉണ്ടാകുന്നത്. സത്യത്തിൽ തിരൂര് കുഞ്ഞിക്കാദർക്ക എന്ന് പറയുന്ന ഒരാൾ ഇതുപോലെ മരണം അനൗൺസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ മരണം മറ്റുള്ളവരെ അറിയിക്കണം എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് തന്നെയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ റെക്കോർഡ് തന്നെയാണ് ജനങ്ങളെ മരണം അറിയിക്കാൻ ഉപയോഗിച്ചിരുന്നതെന്ന് പറയുന്നു. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് കാലൻ പോക്കർ റിലീസ് ചെയ്തത്. കുമാർദാസ് നിർമ്മിച്ച ചിത്രത്തിന്റെ ക്യാമറ സാദിഖ് എളമക്കര കൈകാര്യം ചെയ്തു. രംഗനാഥ് രവി സൗണ്ട് ഡിസൈനും വിനീത് പള്ളക്കാട് എഡിറ്റിംഗും സജീവ് പി കന്ദ്രു സംഗീതവും നിർവഹിച്ചു. യൂട്യൂബിൽ 1 ലക്ഷത്തിലേറെ പ്രേക്ഷകർ ചിത്രം കണ്ടുകഴിഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. Jose Alucas, jewelry for every generation. Zaira, fine diamond jewelry collection by Jose Alucas. വാർത്തകളിലേക്ക്. ലൂസി ടീച്ചർ സാമൂഹ്യ മാധ്യമങ്ങളിൽ താരമാകുന്നു. കലോത്സവത്തിൽ വിജയം കൈവരിച്ച ചിറ്റണ്ട ജ്ഞാനോദയം UP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ആഹ്ലാദ പ്രകടനവും കുട്ടികൾ ആവേശം പകർന്ന് ലൂസി ടീച്ചർ മുദ്രാവാക്യം വിളിക്കുന്നതുമാണ് തരംഗമായി മാറുന്നത്. ജയ് 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 ചിറ്റണ്ട, വമ്പന്മാരുടെ കുത്തകയല്ലേ പൊളിച്ചടക്കി ചിറ്റണ്ട. ലൂസി ടീച്ചറുടെ താളത്തിലുള്ള ഈ മുദ്രാവാക്യമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തതോടെ ലൂസി ടീച്ചറും കുട്ടികളും വൈറലായി മാറുകയാണ്. വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൽ LP വിഭാഗം ഓവറോൾ 2ാം സ്ഥാനവും അറബി കലോത്സവത്തിൽ ഓവറോൾ 3ാം സ്ഥാനവും UP ഓവറോൾ 3ാം സ്ഥാനവുമാണ് ഇവർ കരസ്ഥമാക്കിയത്. ആഹ്ലാദ പ്രകടനത്തിൽ കുട്ടികൾക്ക് ആവേശം പകരാനാണ് ടീച്ചർ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചത്. ഒരേ താളത്തിലുള്ള ടീച്ചറുടെയും കുട്ടികളുടെയും മുദ്രാവാക്യം വിളി നാട്ടുകാരിൽ ഒരാൾ മൊബൈൽ ഫോണിൽ പകർത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കാൻ സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങളുടെ കൂടി വിജയമായാണ് സാക്ഷര കേരളം ഈ മുദ്രാവാക്യം വിളിയെ ഏറ്റെടുത്തിട്ടുള്ളത്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ട്രോഫിയുമായി വിദ്യാർത്ഥികൾ നടത്തിയ പ്രകടനത്തെ പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ നൽകിയുമാണ് നാട്ടുകാർ സ്വീകരിച്ചത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ബൈക്ക് മോഷണ കേസിൽ നിരവധി തവണ പോലീസിനെ വട്ടം കറക്കിയ മോഷണവീരൻ പിടിയിൽ. കൊല്ലം സ്വദേശി ഷമീറാണ് അറസ്റ്റിലായത്. തൃശൂർ നഗരത്തിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. ജില്ലാ ക്രൈം സ്ക്വാഡും ഈസ്റ്റ് പോലീസും ശാസ്ത്രീയമായി അന്വേഷണം നടത്തിയാണ് പ്രതിയെ വലയിലാക്കിയത്.
തൃശൂർ ജനറൽ ആശുപത്രിയിൽ കാത്ത് ലാബ് നിർമ്മാണം തുടങ്ങി. 8 കോടി രൂപ ചെലവിൽ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെയും കിഫ്ബിയുടെയും സഹകരണത്തോടെയാണ് കാത്ത് ലാബ് നിർമ്മിക്കുന്നത്. പഴയ വാർഡ് നവീകരിച്ച് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനുവരിയോടെ പൂർത്തിയാകും. പുതുതായി നിർമ്മിക്കുന്ന OP വെയിറ്റിംഗ് ഷെഡിന്റെ നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാകുമെന്ന് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. പുതുക്കാട് ഉഴിഞ്ഞാൽപ്പാടത്തേക്കുള്ള പഞ്ചായത്ത് പുറമ്പോക്കുതോട് വില്ലേജ് രേഖകളിലില്ലാത്തത് വിവാദമാകുന്നു. തോട് കയ്യേറിയവരെ സഹായിക്കാനുള്ള നിലപാടാണ് പഞ്ചായത്ത് അധികൃതരുടേതെന്ന് ആക്ഷേപം. പ്രദേശവാസി കോക്കാടൻ ജോർജ് നൽകിയ വിവരാവകാശ രേഖയ്ക്കുള്ള മറുപടിയിലാണ് ചാക്കോച്ചിറ മുതൽ ഉഴിഞ്ഞാൽപ്പാടം പാലം വരെയുള്ള പുറമ്പോക്കുതോട് രേഖകളില്ലെന്ന് വില്ലേജ് അധികൃതർ മറുപടി നൽകിയത്. വർഷാവർഷം പുതുക്കാട് പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന തോടാണ് വില്ലേജ് അധികൃതർ രേഖകളില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. 200 മീറ്റർ നീളമുള്ള പുറമ്പോക്കുതോട് കയ്യേറ്റം സംബന്ധിച്ച പരാതിയിലാണ് തൊറവ് വില്ലേജ് അധികൃതരുടെ മറുപടി. കാലങ്ങളായി ചാക്കോച്ചിറയിൽ നിന്നും നിറഞ്ഞൊഴുകുന്ന വെള്ളം ഈ തോട്ടിലൂടെയാണ് ഉഴിഞ്ഞാൽപ്പാടത്തെ തോട്ടിലേക്ക് എത്തുന്നത്. കണ്ണമ്പത്തൂർ റോഡിന് കുറുകെയുള്ള കലുങ്കിലൂടെയാണ് വെള്ളം ഉഴിഞ്ഞാൽപ്പാടത്തെത്തിയിരുന്നത്. എന്നാൽ സ്വകാര്യ വ്യക്തികൾ തോട് കയ്യേറിയതോടെ ഒഴുക്ക് തടസ്സപ്പെട്ട് കണ്ണമ്പത്തൂർ കപ്പേളയ്ക്ക് സമീപം വെള്ളക്കെട്ട് രൂക്ഷമാകാറുണ്ട്. ഈ വഴിയിലൂടെ ഭാരവാഹനങ്ങൾ പോകുന്നത് മൂലം കലുങ്കിടിയുന്നതും വെള്ളം റോഡിലൂടെ ഒഴുകാൻ കാരണമാകുന്നു. വർഷങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തി കോൺക്രീറ്റ് കാന നിർമ്മിച്ചിരുന്നു. കാന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ലഭ്യമാകുന്നതിനായി സമീപവാസിയായ ജോർജ് വില്ലേജ് അധികൃതർക്ക് വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുകയായിരുന്നു. ഇതിന് ലഭിച്ച മറുപടിയിലാണ് തോട് സ്ഥലപരിശോധനയിലും വില്ലേജ് രേഖകളിലും കണ്ടെത്താനായില്ലെന്ന് അധികൃതർ സാക്ഷ്യപ്പെടുത്തിയത്. ഇതിനെതിരെ വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. വില്ലേജ് അധികൃതർ തോട് രേഖകളില്ലെന്ന് പറയുന്നത് കയ്യേറ്റക്കാരെ സംരക്ഷിക്കാനാണെന്നാണ് ആരോപണം. TCV ന്യൂസ്, പുതുക്കാട്. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ കളക്ടർ S. ഷാനവാസ് നിർവഹിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് അതിരൂപതാ സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ രൂപം എഴുന്നള്ളിക്കൽ, മരിയൻ സമർപ്പണം എന്നിവ നടക്കും. ശനിയാഴ്ച രാത്രി 10 മണിയോടെ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് കിരീടം എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിൽ എത്തിച്ചേരും. തിരുനാൾ ദിനമായ ഞായറാഴ്ച 10-ന് നടക്കുന്ന ദിവ്യബലിക്ക് അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇടവേള. ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി കീഴിൽ ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. അമൃത് പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷൻ പരിധിയിൽ കുടിവെള്ള പൈപ്പുകൾ 30 ദിവസത്തിനകം തന്നെ സ്ഥാപിച്ച് കുഴികൾ അടയ്ക്കുമെന്ന് ജില്ലാ കളക്ടർ S. ഷാനവാസ് അറിയിച്ചു. പൈപ്പുകൾ സ്ഥാപിക്കുന്ന സമയത്തും ദേശീയപാത അറ്റകുറ്റപ്പണി നടത്തുന്ന സമയത്തും ഏർപ്പെടുത്തേണ്ട ഗതാഗത ക്രമീകരണം സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം വിലയിരുത്തി. അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി തൃശൂർ മണികണ്ഠനാൽ തുടങ്ങി കൂർക്കഞ്ചേരി വരെയുള്ള 4 കിലോമീറ്റർ ദൂരത്തിലാണ് പൈപ്പിടൽ പുരോഗമിക്കുന്നത്. ദിനംപ്രതി 250 മീറ്റർ മാത്രം റോഡ് പൊളിച്ച് അന്ന് രാത്രി തന്നെ കുഴികൾ അടച്ച് ടാറിംഗ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കുവാൻ കളക്ടർ നിർദ്ദേശിച്ചു. കേരള വിദ്യാഭ്യാസ സംരക്ഷണ സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ രംഗം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ തൃശൂരിൽ സെമിനാർ നടത്തി. സാഹിത്യ അക്കാദമി വയലപ്പള്ളി ഹാളിൽ നടന്ന സെമിനാർ മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ PV കൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ഡെയ്സൺ പാണേങ്ങാടൻ, പി ഹരി ഗോവിന്ദൻ, വിദ്യാഭ്യാസ സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ VA വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര ഹ്രസ്വ ഡോക്യുമെന്ററി ചലച്ചിത്ര മേളയായ വിബ്ജിയോറിന്റെ 13ാമത് പതിപ്പിന് തൃശൂരിൽ തുടക്കമായി. സാഹിത്യ അക്കാദമി ഹാളിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന മഴവിൽ മേള യുവ സംവിധായക ലീല സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. മുൻ MLA രാജാജി മാത്യു തോമസ് അധ്യക്ഷത വഹിച്ചു. ഫെസ്റ്റിവൽ ഡയറക്ടർ അഡ്വക്കേറ്റ് ആശ ആച്ചി ജോസഫ്, വിബ്ജിയോർ പ്രസിഡന്റ് ലെസ്ലി അഗസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു. മേള ഞായറാഴ്ച സമാപിക്കും. സംഗീത പ്രേമികൾക്ക് സംശുദ്ധ മെലഡി ഗാനങ്ങൾ സമ്മാനിക്കുക എന്ന ലക്ഷ്യവുമായി തുടക്കം കുറിക്കുന്ന ആകാശ് പ്രകാശ് മ്യൂസിക് ആൻഡ് എന്റർടൈൻമെന്റ്സിന്റെ ലോഞ്ചിംഗ് തൃശൂരിൽ നടന്നു. ഹോട്ടൽ ദാസ് കോണ്ടിനെന്റലിൽ നടന്ന ചടങ്ങ് വിശിഷ്ടാതിഥികൾ ചേർന്ന് ബദ്രദി മുതലേച്ച് ഉദ്ഘാടനം ചെയ്തു. ആകാശ് പ്രകാശ് മ്യൂസിക് ആൻഡ് എന്റർടൈൻമെന്റ്സിന്റെ ലോഗോ പ്രകാശനം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ നിർവഹിച്ചു. ഫേസ്ബുക്ക് പേജിന്റെ ലോഞ്ചിംഗ് ഗാനരചയിതാവ് ജ്യോതിഷ് കാശ് നിർവഹിച്ചു. ആകാശ് പ്രകാശ് കമ്പനി സാരഥി പ്രകാശ് നായർ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് നവീൻ ആനന്ദും സംഘവും ചേർന്ന് അവതരിപ്പിച്ച സംഗീത വിരുന്നും അരങ്ങേറി.
മനോഹരമായ 7 ഗാനങ്ങളുമായി ഒരുക്കിയിരിക്കുന്ന പുതിയ ആൽബം ഉടൻ പുറത്തിറങ്ങും. ആകാശ് പ്രകാശ് മ്യൂസിക് ആൻഡ് എന്റർടൈൻമെന്റ്സിന്റെ സാരഥി പ്രകാശ് നായരുടെ സഹധർമ്മിണി ശ്രീദേവി ആൽബത്തിൽ ഗാനമാലപിക്കുന്നുണ്ട്. മകൻ ആകാശ് അഭിനേതാവായും അരങ്ങേറ്റം കുറിക്കുന്നു. നവീൻ ആനന്ദ് സംഗീതം നിർവഹിച്ചിരിക്കുന്ന ആൽബത്തിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് സരസ്വതി പെങ്ങാമുക്ക്, ജ്യോതിഷ് ടി കാശി, ബി ഹരിനാരായണൻ, സന്തോഷ് വർമ്മ എന്നിവരാണ്. ഭാവഗായകൻ പി ജയചന്ദ്രൻ, ചിന്മയി ശ്രീപാദ, സിത്താര കൃഷ്ണകുമാർ, കാർത്തിക്, ഹരിചരൺ, സിതേഷ്, ശ്രുതി എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. വാണിജ്യ താല്പര്യങ്ങളൊന്നുമില്ലാതെ സംശുദ്ധ സംഗീതത്തെ ജനഹൃദയങ്ങളിൽ എത്തിക്കാനും വളർന്നുവരുന്ന പ്രതിഭകൾക്ക് അവസരം നൽകാനുമാണ് ആകാശ് പ്രകാശ് മ്യൂസിക് ആൻഡ് എന്റർടൈൻമെന്റ്സ് തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ടാർ മിക്സിംഗ് പ്ലാന്റ് തകരാറിലായതിനെ തുടർന്ന് ദേശീയപാത കുതിരാനിൽ ടാറിംഗ് മുടങ്ങി. ടാറിംഗ് വെള്ളിയാഴ്ച പുനരാരംഭിക്കുമെന്ന് അധികൃതർ. ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ. മുണ്ടൂരിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ബസ്സിനടിയിൽപ്പെട്ട് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ റോഡിലെ കുഴികൾ അടിയന്തരമായി നികത്താൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം. കോടികളുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയ വ്യാജ IPS-കാരൻ പിടിയിലായി. അമ്മയും മകനും ചേർന്നായിരുന്നു ബാങ്ക് വായ്പ അടക്കമുള്ള നിരവധി തട്ടിപ്പുകൾ നടത്തിയത്. ജില്ലയിൽ കള്ളനോട്ട് വേട്ട തുടരുന്നു. കാനാണി കാരമുക്ക് കള്ളനോട്ട് കേസിലെ 2ാം പ്രതിയുടെ വീട്ടിൽ നിന്നും 14 ലക്ഷം രൂപയുടെ കള്ളനോട്ട് പിടിച്ചെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. കല്യാൺ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 4 ലെവൽ അഷുറൻസ് സർട്ടിഫിക്കറ്റ്.